സർക്കാരിന്റെ ഭക്ഷ്യമന്ത്രി എന്ന നിലയിൽ തലസ്ഥാനത്തെ മാധ്യമ സുഹൃത്തുക്കളെ കാണാൻ കഴിയുന്നത് ഏറെ വിമർശനവും ഏറെ പ്രതിഷേധവുമെല്ലാം കഴിഞ്ഞ ഓണക്കാലത്ത് നമ്മൾ ഏറ്റുവാങ്ങിയ ഒരു കാര്യം നിങ്ങൾക്കെല്ലാം അറിയുന്നതാണ്. ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് എന്ന നിലയിൽ ഭക്ഷ്യധാന്യങ്ങൾ ഉൾപ്പെടെ എല്ലാ അവശ്യ വസ്തുക്കൾക്കും ഉൽപാദക സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നവരാണ് നമ്മൾ. ഇത് സ്വാഭാവികമായും വിലക്കയറ്റത്തിന് ഇടയാക്കുമെന്നുള്ളത് നമുക്കെല്ലാം അറിയുന്നതാണ്. ഉത്സവകാലങ്ങളിൽ ഇതിനുള്ള സാധ്യത സാധാരണയിലും വളരെയധികമാണ്. എന്നാൽ ഭക്ഷ്യഭദ്രതയുടെയും വിപണി ഇടപെടലിന്റെയും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ മുഖേന നമുക്ക് ഇത് തടഞ്ഞു നിർത്താൻ സാധിച്ചു എന്ന അഭിമാനബോധത്തോടുകൂടിയാണ് മാധ്യമങ്ങളെ കാണുന്നത്. ഈ ഓണവുമായി ബന്ധപ്പെട്ട് നേരത്തെ പത്രസമ്മേളനത്തിൽ നിങ്ങളോടെല്ലാം ഇതിന്റെ എല്ലാ വിഷയങ്ങളും ഞാൻ സൂചിപ്പിച്ചതാണ്. വളരെ മുൻകൂട്ടി തന്നെ ഫലപ്രദമായ വിപണി ഇടപെടാനുള്ള നടപടികൾ സ്വീകരിച്ചു. അവശ്യ വസ്തുക്കളുടെ ക്ഷാമമോ വിലക്കയറ്റമോ ബാധിക്കാത്ത വിധം ഈ ഉത്സവകാലത്തെ കൈകാര്യം ചെയ്യാൻ പൊതുവിതരണ വകുപ്പിനും സപ്ലൈകോയ്ക്കും കഴിഞ്ഞിട്ടുണ്ട്. ഓഗസ്റ്റ് 31 ഇന്നലെ വരെ ഈ ഒരു മാസക്കാലം 45,40,40,030 ഉപഭോക്താക്കൾ സപ്ലൈകോ വിൽപ്പനശാലകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിപ്പോയിട്ടുണ്ട്. 45,40,40,030 എന്ന് പറഞ്ഞാൽ കേരളത്തിലെ 3.25 കോടി ജനങ്ങളിൽ 2 കോടി പേർക്കെങ്കിലും 2 കോടി ജനങ്ങളെങ്കിലും ഇതിന്റെ പ്രയോജനം ഉണ്ടായിട്ടുണ്ടെന്നാണ് ഒരു ഏകദേശ കണക്ക് എനിക്ക് തോന്നുന്നത്. അരിയുടെയും വെളിച്ചെണ്ണയുടെയും മുളകിന്റെയും കാര്യത്തിൽ സവിശേഷമായ ഇടപെടലാണ് തവണ നടത്തിയത്. ജൂലൈ 31 പത്രസമ്മേളനത്തിൽ ഞാൻ വിശദീകരിച്ച് ആ പരിപാടികളെല്ലാം സപ്ലൈകോ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സപ്ലൈകോയെ ജനങ്ങൾ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ഒരു മാസത്തെ സപ്ലൈകോയുടെ വിറ്റുവരവിൽ പൊതുജനങ്ങൾ സപ്ലൈകോയിൽ അർപ്പിക്കുന്ന വിശ്വാസം പ്രകടമാണ്. കഴിഞ്ഞ ജൂലൈ മാസത്തിൽ 168 കോടി രൂപയുടെ വിറ്റുവരവാണ് ഉണ്ടായത്. 32 ലക്ഷത്തോളം ഉപഭോക്താക്കളെന്നാണ് അന്നത്തെ കണക്ക് കാണുന്നത്. എന്നാൽ ഓഗസ്റ്റ് മാസത്തിൽ സർവകാല റെക്കോർഡുകൾ തകർക്കുന്ന രീതിയിലുള്ള വിൽപ്പനയാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ നടന്നത്. ഓഗസ്റ്റ് 31 വരെ ഇന്നലെ വരെ 297.3 കോടി രൂപയുടെ വിൽപ്പനയാണ് നടന്നത്. നമ്മൾ ലക്ഷ്യമിട്ടത് 300 അതിൽ രസകരമായ അനുഭവം ഓഗസ്റ്റ് 11, 12 തീയതികളിൽ പ്രതിദിന വിറ്റുവരവ് 10 കോടി കവിഞ്ഞ് ക്രമാതീതമായി വർദ്ധിച്ച് ഓഗസ്റ്റ് 27 സപ്ലൈകോയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിൽപ്പന 15.7 കോടിയായിരുന്നു. അതിന് മുന്നേയുള്ള ഇതുവരെയുള്ള വിറ്റുവരവിൽ ഏറ്റവും വലിയ വിറ്റുവരവ് അന്നായിരുന്നു. എന്നാൽ ആണ് ഏറ്റവും കൂടുതൽ വിറ്റുവരവെന്ന് പറഞ്ഞെങ്കിലും തൊട്ടടുത്ത ദിവസം ഓഗസ്റ്റ് 29 ഈ റെക്കോർഡ് ഭേദിച്ച് 17.91 കോടിയായി മാറി. ഓഗസ്റ്റ് 30 വീണ്ടും റെക്കോർഡ് ഭേദിച്ച് 19.4 കോടിയായി മാറി. കഴിഞ്ഞ ഓണത്തിൽ 183 കോടിയുടെ വിൽപ്പനയാണ് ആകെ നടന്നത്. ഇത്തവണ 300 കോടി ലക്ഷ്യമിട്ടുവെങ്കിലും ഇന്ന് ഈ യോഗത്തിലിരിക്കുമ്പോൾ ഉച്ചവരെ 306.91 കോടി രൂപയുടെ വിൽപ്പന സപ്ലൈകോ നടന്നിട്ടുണ്ട്. ഇതാണ് ഈ കണക്കിലൂടെ നിങ്ങൾക്ക് ഇതിന്റെ വസ്തുത വിശദീകരിക്കാൻ കഴിയുന്നത്. വെളിച്ചെണ്ണ 16.56 ലക്ഷം ലിറ്റർ വെളിച്ചെണ്ണ ഈ മാസം വിറ്റിട്ടുണ്ട്. അരി ഒരു റേഷൻ കാർഡിന് 8 കിലോഗ്രാം അരിയാണ് സബ്സിഡി നിരക്കിൽ നേരത്തെ നിലവിലുണ്ടായിരുന്നത്. അതിനു പുറമെയാണ് ഓണത്തിന് 20 കിലോ അരി 25 കിലോ നിരക്കിൽ സബ്സിഡിയായിട്ട് വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചത്. 92.8 ലക്ഷം കിലോഗ്രാം അരി ഈ മാസം ഓഗസ്റ്റ് മാസം വിൽപ്പന നടത്തിയിട്ടുണ്ട്. ഓണത്തിന് പ്രത്യേക ഓഫറുകൾ, ഗിഫ്റ്റ് പദ്ധതി, ഓണച്ചന്തകൾ, 14 ജില്ലകളിലും ജില്ലാ ഫെയറുകൾ, നിയമസഭാ മണ്ഡലങ്ങളിൽ എല്ലാ നിയമസഭാ മണ്ഡലം ഒരു പ്രധാന ഔട്ട്ലെറ്റ് ഓണത്തോടനുബന്ധിച്ച് പ്രത്യേക ഫെയറുകളായി മാറ്റിയത്,
ഓഗസ്റ്റ് 26 മുതൽ സഞ്ചരിക്കുന്ന ഓണച്ചന്തകൾ ആരംഭിച്ചത്. എല്ലാ സബ്സിഡി ഉൽപ്പന്നങ്ങളും ഓണച്ചന്തകളിൽ ഈ സഞ്ചരിക്കുന്ന ചന്തകളിൽ വിൽക്കാനുള്ള അനുവാദം കൊടുത്തത്. ഇതെല്ലാം നമുക്ക് ഇത്തവണത്തെ ഓണത്തിന് വിൽപ്പനയ്ക്ക് വളരെ ഗുണകരമായി മാറുന്ന സ്ഥിതിയാണുണ്ടായത്. ഞാൻ 1-2 സ്ഥലത്ത് തിരക്കുമ്പോൾ ഔട്ട്ലെറ്റുകളില്ലാത്ത പ്രദേശങ്ങളിൽ ഈ സഞ്ചരിക്കുന്ന ഓണച്ചന്ത 69,000 65,000 രൂപയ്ക്കെല്ലാം ഒരു ജംഗ്ഷനിൽ ഒരു കേന്ദ്രത്തിൽ മാത്രം വിറ്റ അനുഭവമാണ് ഇന്നലെ ഞാൻ നെടുമങ്ങാട് ചോദിച്ചപ്പോൾ പറയാൻ കഴിഞ്ഞത്.